ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ് ഇൻഫോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് മിൽമയിൽ വന്നിരിക്കുന്ന വാക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. ഡയറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ്. പരസ്യ നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വാക്കൻസി നോക്കുകയാണെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ MT ഇ കൊമേഴ്സ് ആൻഡ് എക്സ്പോർട്സിൽ ഒരു വാക്കൻസി, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൽ ഒരു വാക്കൻസി, MIS സെയിൽസ് അനലിസ്റ്റിൽ ഒരു വാക്കൻസി, ടെറിട്ടറി സെയിൽസ് ഇൻ ചാർജ് TSI 5 വാക്കൻസി വീതമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സാലറി പാക്കേജ് നോക്കുകയാണെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർക്ക് 60,000 രൂപയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് 30,000 മുതലും, MIS സെയിൽസ് അനലിസ്റ്റിന് 25,000 മുതലും, ടെറിട്ടറി സെയിൽസ് ഇൻ ചാർജിന് 2.5 ലക്ഷം മുതൽ 3 ലക്ഷം വരെയാണ് TA ഇൻസെന്റീവ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് വന്നിട്ട് 40 വയസ്സ് വരെയാണ്. ടെറിട്ടറി സെയിൽസ് ഇൻ ചാർജിന് 35 വയസ്സുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി 1 by 1 ക്വാളിഫിക്കേഷൻ നോക്കാം. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറിന് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ MBA ആണ്. പിന്നെ എക്സ്പീരിയൻസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഡിസയർ എക്സ്പീരിയൻസ് ആയിട്ട് ക്ലയന്റ് ഫേസിംഗ് റോൾ ഫ്രം എനി ഇൻഡസ്ട്രി ആണ് പറഞ്ഞിരിക്കുന്നത്. FMCG എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് ഡിഗ്രി ഇൻ ഡിജിറ്റൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടെക്നോളജീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ കോണ്ടന്റ് മാർക്കറ്റിംഗ് വേണ്ടത്. എക്സ്പീരിയൻസ് വിത്ത് ഗ്രാഫിക് ഡിസൈൻ ആൻഡ് കോണ്ടന്റ് പ്രൊഡക്ഷൻ, ക്രിയേറ്റീവ് കണ്ടന്റ് റൈറ്റിംഗിൽ നല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കണം. കൂടാതെ ഗുഡ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് വിത്ത് ഓൺലൈൻ മാർക്കറ്റിംഗ് ടൂൾസ്, ബെസ്റ്റ് പ്രാക്ടീസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് MIS സെയിൽസ് അനലിസ്റ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ആണ്. കൂടാതെ 2 വർഷത്തെ വർക്കിംഗ് എക്സ്പീരിയൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. ടെറിട്ടറി സെയിൽസ് ഇൻ ചാർജിന് വേണ്ട ക്വാളിഫിക്കേഷൻ കാൻഡിഡേറ്റ്സിന് MBA ആണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഡിഗ്രി ഇൻ ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ സെയിൽസിൽ ചോദിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇൻ FMCGയിലായാലും കുഴപ്പമൊന്നുമില്ല. ആക്റ്റീവ് ലിസണിങ്, നെഗോസിയേഷൻ, ഫെസിലിറ്റേഷൻ ആൻഡ് റീസണിങ് സ്കിൽസ് ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഫ്ലുവൻ്റ് ആയിരിക്കണം. കൂടാതെ ട്രാവൽ ചെയ്യാൻ കൂടെ വില്ലിംഗ് ആയിട്ടുള്ളവരായിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ. സെയിൽസിൽ ഒരു അപ്ലിഫ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നവരും, കൂടാതെ തന്നെ 2 വീലറും ഉണ്ടായിരിക്കണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക്. അപ്ലിക്കേഷൻ ഫീ നൽകേണ്ടതായിട്ടില്ല. സെലക്ഷൻ പ്രോസസ് സാധാരണ പോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും പേഴ്സണൽ ഇന്റർവ്യൂയും എഴുത്തു പരീക്ഷ മുഖാന്തരമായിരിക്കും നടക്കുന്നത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്നത് ഓഗസ്റ്റ് 19-ാം തീയതി ആണെങ്കിലും അപേക്ഷകൾ അവസാനിക്കുന്ന തീയതി സെപ്റ്റംബർ 2-ാം തീയതിയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് www.milma.trcmpu.com എന്നതാണ്. അപ്പോൾ ഈ ചാനൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കേരള സർക്കാർ ജോലിയായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.